Hi dear students, welcome to Lakshya School Plus. Let's learn the basic terms of accounting in few minutes. നമ്മുടെ സെഷനില് നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഇല്ലേ, അത് വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഒരു 20 ടേംസ് ഉണ്ട്, നമ്മൾ 20 മിനിറ്റ്സിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ എല്ലാവരും എന്ത് ചെയ്യാണ്, ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. നമുക്കറിയാം 20 ടേംസ് ആണുള്ളത് അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് സെറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ, നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ പറ്റത്തില്ല. അക്കൗണ്ടിങ്ങിലെ ബേസ് ഇതാണ്, ഈ ബേസിക് ടേംസ് ആണ്. ഈ ബേസിക് ടേംസിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് ടേം എന്താണ്, എൻറ്റിറ്റി എന്ന് പറയുന്ന ടേം ആണ്. ട്രാൻസാക്ഷൻ, അസറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, സെയിൽസ് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടേംസ് ഇല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ടേംസിലേക്ക് പോവാം അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എൻറ്റിറ്റി എന്ന് പറയുന്ന ടേം ആണ്. നമുക്കറിയാം ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് എന്തുണ്ടാ, ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ബിസിനസ്സും ബിസിനസിന്റെ ഓണറും എന്താണ്, സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. സോ ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. സോ അതാണ് എന്ത് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ഥായിയായ നിലനിൽപ്പ് ആർക്കുണ്ട്, ബിസിനസ്സിന് ഉണ്ട്. ഓക്കെ, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. എൻറ്റിറ്റി മീൻസ് ഹാവിങ് എ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഓക്കെ, ബിസിനസ് നമുക്കറിയാം, ഇപ്പൊ പേരിലറിയാം, ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, ആ ബിസിനസ് അറിയപ്പെടുന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. സോ അതിനെന്തുണ്ട്, ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ടേം ഡിനോട്ട്സ് എൻറ്റിറ്റി. കണ്ടില്ലേ ഇവിടെ സൂപ്പർ ബസാറും ഹയർ ജ്വല്ലേഴ്സും ITC ലിമിറ്റഡ് എന്നൊക്കെ എന്തിനാ എഴുതുന്നത്. സോ ആ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ആ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനെന്തുണ്ട്, സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ടേം എൻറ്റിറ്റി. ദ സെക്കൻഡ് ടേം ഈസ് ട്രാൻസാക്ഷൻ. വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷൻ? എടാ നമുക്കറിയാം ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം there are several transactions happens day by day അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വി ആർ പേയിങ് സാലറി ടു അവർ സ്റ്റാഫ് അല്ലെ. വി ആർ സെല്ലിംഗ് ഗുഡ്സ്. വി ആർ പർച്ചേസിംഗ് ഗുഡ്സ്. പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെല് ചെയ്യാൻ പറ്റത്തില്ല. പർച്ചേസിംഗ് ഗുഡ്സ്. there are several things happens day by day in business. സോ ഇതെല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഓരോ കാര്യത്തിനെയും നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വിളിക്കുന്ന പേരാണെന്ത്, ട്രാൻസാക്ഷൻ. ക്ലിയർ ആണോ? ഇതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത്നെസ് ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഈസ് കോൾഡ് വാട്ട് ഈസ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷും ആവാം, എന്താവാം, ക്രെഡിറ്റും ആവാം. ഇപ്പൊ നമ്മൾ പർച്ചേസ് നടത്തി നമ്മൾ ചിലപ്പോൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ, നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്താൻ സാധ്യതയുണ്ട്. കടമായിട്ടില്ലേ, നമ്മൾ വേറെ കമ്പനിയിൽ നിന്ന് കടമായിട്ട് മേടിക്കും. നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം, ഈ ക്യാഷ് തന്നോളാം. സോ ദാറ്റ് ഈസ് ക്യാഷ് നേച്ചർ ആവാം, ക്രെഡിറ്റ് നേച്ചർ ആവാം. ക്ലിയർ ആണോ? സെറ്റ് ആണോ? സെക്കൻഡ് ടേം സെറ്റ് ആണോ? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ടേം സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേമിലേക്ക് പോവാം, അസറ്റ്സ്. നമുക്കറിയാം ബിസിനസ് ഓൺ ചെയ്യുന്ന ഒരുപാട് വാല്യുബിൾ തിങ്സ് ഉണ്ട്. സച്ചാസ് എന്തൊക്കെയാടാ, ബിൽഡിംഗ് നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട് അല്ലെ. ബിൽഡിങ്സ്, ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ടാവും. ബിൽഡിംഗ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്. there are lots of valuable things that is owned by the business. ഇങ്ങനെയുള്ള വാല്യുബിൾ തിങ്സിനെ, ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, അസറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അസറ്റ്സ് ആർ നോൺ ആസ്, അല്ലെങ്കിൽ അസറ്റ്സ് ആർ എനി വാല്യുബിൾ തിങ്സ് or property resources owned by the business for creating future benefits or future profits. ഈ ലാൻഡും ബിൽഡിങ്ങും വെഹിക്കിളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫോർ ക്രിയേറ്റിംഗ് സം വാല്യൂ അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് സം പ്രോഫിറ്റ്. ബിസിനസ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഫോർ എക്സിസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. വി ആർ യൂസിംഗ് ദീസ് അസറ്റ്സ് ഫോർ ജനറേറ്റിംഗ് പ്രോഫിറ്റ്സ് ഫോർ ദ ബിസിനസ്. Is it clear? This is known as assets. Any valuable things or property that can be used for generating revenue or profits for the business. That is assets. Clear? Assets-ന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയടാ. കറണ്ട് അസറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ്സ് ഓർ നോൺ കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയും. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് എന്തുള്ളത്, അസറ്റ്സിനുള്ളത്. വാട്ട് യു മീൻ ബൈ കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആവാം. കറണ്ട് അസറ്റ് whether it is cash or we can convert these assets into cash within 1 year. Okay,
കറണ്ട് അസറ്റ്സ് മേ ബി ഈസ് ക്യാഷ് ഓർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം വിത്തിൻ 1 ഇയർ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റ്സ് ആണ് എന്ത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇസ് ക്ലിയർ അതാണ് കറണ്ട് അസറ്റ്. അപ്പൊ എന്തായിരിക്കും ഫിക്സഡ് അസറ്റ്, അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ലോങ് ടേം നേച്ചർ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കല്ലേ current assets are those which are either in the form of cash or can be converted into cash within a year. ഒരു വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഞാൻ എന്താണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ എന്തൊക്കെയാണ്, ക്യാഷ്, പിന്നെ സ്റ്റോക്ക് പറയുന്നുണ്ട്. സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ഒരു വർഷം കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്? അതിനുള്ള കാരണം എന്താ, നമ്മൾ ഗുഡ്സ് വിൽക്കപ്പെടാതെ നടക്കുന്ന ഗുഡ്സ് ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. വിത്തിൻ 1 ഇയർ ക്യാഷ് കിട്ടും. ദെൻ ഇവിടെ പറയുന്നത് റോ മെറ്റീരിയൽസ് പറയുന്നത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ബിൽ റിസീവബിൾസ് ആണ് എന്താ, നമുക്കുള്ള ഒരു കറണ്ട് അസറ്റ് ആണ്. അതായത് ചിലർ നമുക്ക് ക്യാഷ് തരുന്നതിന് പറഞ്ഞാൽ ബില്ല് തരും ഇന്ന സമയം പേയ്മെന്റ് നടത്താന്ന് പറഞ്ഞിട്ട്. സോ ആ ബില്ല് നമുക്ക് റെസിപ്റ്റ് കിട്ടുന്ന സമയത്ത് വിത്തിൻ 1 ഇയർ എന്ത് ചെയ്യും, കിട്ടും. ദാറ്റ് ഈസ് ബിൽ receivable എന്ന് പറയുന്നത്. These are current assets. So in the case of fixed assets എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലാൻഡും ബിൽഡിംഗും മെഷീനറി ഒക്കെ എന്ത് കാറ്റഗറിയിലാണ് വരുന്നത്, ഫിക്സഡ് അസറ്റ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ടാഞ്ചിബിൾ നേച്ചർ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്, വേസ്റ്റിംഗ് അസറ്റ് ഉണ്ട്, ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ട്. എന്താണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടച്ച് ഇറ്റ് or seen or touch, that is tangible asset, plant, machinery, land, etc. Then intangible, we cannot touch it. അതായത് ബിസിനസ്സിന് ഒരു നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിൽ ഉള്ള നിലവാരം, ഇപ്പോ നമ്മൾ പറയുകയാണ് ലക്ഷ്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബ്രാൻഡാണ്. അതിന് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ലക്ഷ്യ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വലിയ ബ്രാൻഡാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഗുഡ് വിൽ എന്ന് പറയുന്നത്. വലിയൊരു എന്താണ് ബിസിനസ്സിനുള്ള ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ, കാണാനോ തൊടാനൊന്നും പറ്റത്തില്ല അല്ലെ, അതാണ് എന്ത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ് വിൽ. പേറ്റന്റ് എന്താണ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എന്ത് ചെയ്യും, പേറ്റന്റ് എടുക്കും. ദെൻ ട്രേഡ് മാർക്ക് നമുക്കറിയാം സിമ്പിൾസ് ആണ് അല്ലെ, സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കണ്ടിട്ടുണ്ടാവും ട്രേഡ് മാർക്ക് ഒക്കെ പലതിലും കണ്ടിട്ടുണ്ടാവും. സോ ദീസ് ആർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ദെൻ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നവരും കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഇപ്പം കോറീസ് ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കോറീസിൽ നിന്ന് കല്ലെടുത്ത് കഴിഞ്ഞാൽ കല്ലെടുക്കുന്നതോറും എന്താണ്, അത് കുറഞ്ഞു വരികയല്ലേ. ദാറ്റ് കൈൻഡ് ഓഫ് അസറ്റ് ഈസ് നോൺ ആസ് വേസ്റ്റിംഗ് അസറ്റ്. ക്ലിയർ ഗൈസ്, ക്ലിയർ. മൈൻസ് കോഴ്സ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞ അസറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു അസറ്റ് ആണെന്ന് വെച്ചാൽ അസറ്റ് അല്ല, ഇറ്റ്സ് ആൻ എക്സ്പെൻസ്. ഇറ്റ് ഈസ് ഹ്യൂജ് എക്സ്പെൻസസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ, അത് എക്സ്പെൻസ് ആയിട്ട് ഒരു ഇയറിലേക്ക് തള്ളി വിടാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസ് എടുക്കാം. ഇപ്പോ ഒരു അഡ്വർടൈസ്മെന്റ് സമയത്ത് നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല നടത്തുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വർഷം കൊണ്ട് ഇത് എഴുതി തള്ളാനായിട്ട് പറ്റത്തില്ല, കോടികൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഓരോ വർഷം ഡിപ്രിസിയേഷൻ പോലെ കുറച്ചുകൊണ്ട് വരും. അങ്ങനെ അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. സോ ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പെൻസസ്, ഹ്യൂജ് എക്സ്പെൻസസ് ആർ ട്രീറ്റഡ് ആസ് ഫിക്ടീഷ്യസ് അസറ്റ്. ക്ലിയർ. പ്രിലിമിനറി എക്സ്പെൻസസും അണ്ടർ റൈറ്റിംഗ് കമ്മീഷനൊക്കെ എന്താണ്, ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ദീസ് ആർ അസറ്റ്സ്, വേരിയസ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ് ആൻഡ് ഫിക്സ്ഡ് അസറ്റ് ഓർ നോൺ കറന്റ് അസറ്റ്. ക്ലിയർ. നെക്സ്റ്റ് ടേം ഈസ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബിസിനസ്സിന് മറ്റുള്ളവരോടുള്ള ബാധ്യതയാണെന്ന് പറയുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു കറന്റ് ലയബിലിറ്റീസ് ആൻഡ് ലോങ് ടേം ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് കൊടുത്ത് തീർക്കാനായിട്ട് പറ്റണം. ഒരു വർഷം കൊണ്ട് കൊടുത്തു തീർക്കുന്ന ലയബിലിറ്റീസ് ആണ് എന്ത്, കറന്റ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ കൊടുത്ത് തീർക്കേണ്ട. ലോങ് ടേം എന്ന് പറയുന്നത് എന്താ, അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് ലോങ് ടൈം ആയിരിക്കും, 1 ഇയർ, മോർ ദാൻ 1 ഇയർ ആയിരിക്കും അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, സെറ്റ് ആണോ നോക്കിയേ. These liabilities with the intention to pay within 1 year. ക്രെഡിറ്റേഴ്സും ഓടിയൊക്കെ, ഇപ്പൊ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കടായിട്ട് വാങ്ങുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ പേയ്മെന്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നടത്തും. അല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ടാണോ നടത്തുന്നത്, അല്ല. ഇനി ഓടി എന്ന് പറയുന്നത് ബാങ്കിൽ നമുക്ക് ബാലൻസ് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്ന പിൻവലിക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ. അപ്പോ ഓടി ഇതൊക്കെ നമ്മൾ തിരിച്ചടക്കേണ്ടതാണ് വിത്തിൻ 1 ഇയർ. സോ ഇതിനാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ലോങ് ടേം ലയബിലിറ്റി, ബാങ്ക് ലോൺസ് ഒക്കെ നമ്മൾ എടുക്കത്തില്ലേ, അതൊക്കെയാണ് ലോങ് ടേം ലയബിലിറ്റി. ഡിബഞ്ചർ ഒക്കെ എന്താണ്, ലോങ് ടേം ലയബിലിറ്റി ആണ്. ഓക്കെ, ബാങ്ക് ലോൺ, ലോങ് ടേം ഡെറ്റ്, ക്യാപിറ്റൽ ഒക്കെ ലോങ് ടേം ലയബിലിറ്റി ആണ്. അതർ ദാൻ കറണ്ട് ലയബിലിറ്റീസ് ദർ ഈസ് നോ ഇന്റൻഷൻ ടു പേ വിത്തിൻ 1 ഇയർ. ഓക്കെ, ഇതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബിസിനസ്. ഓക്കെ,
Next one, capital. The term capital. What do you mean by capital, guys? Capital is the amount or goods that is invested by the owner into the business. ബിസിനസ്സിലേക്ക് നമ്മുടെ ബിസിനസിന്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് ഉണ്ടടാ, ഇവിടെ ബിസിനസ് ഉണ്ട്, ഇവിടെ ഓണർ ഉണ്ട്. നമ്മുടെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗുഡ്സ് ഓർ മണി ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ലയബിലിറ്റി ആണ്. ബിസിനസ് ക്യാപിറ്റലിന്റെ ലയബിലിറ്റി ആയിട്ട് എന്ത് ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ മണി ഓർ മണീസ് വർത്ത് അസറ്റ്സ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ദ ബിസിനസ്. ഗുഡ്സ് ഞാൻ ഉദ്ദേശിച്ചത് എന്ത് ചെയ്യാ? ഗുഡ്സ് നമുക്ക് അസറ്റ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാടാ? നമുക്ക് അസറ്റ്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടേം ആണ് എന്താടാ? നെക്സ്റ്റ് ടേം ആണ് സെയിൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗുഡ്സ് വിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സെയിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെയിൽസ് ഇസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദ ബിസിനസ്. ഓക്കെ, സെയിൽസ് ആണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ക്ലിയർ? സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡ് ടു കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുഡ്സ് ആവാം അല്ലെങ്കിൽ സർവീസസ് ആവാം. ദാറ്റ് ഈസ് സെയിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ? സർവീസസ് എന്താ? ഇപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഇനി നമ്മൾ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗുഡ്സ് ആണോ? അല്ല, എഡ്യൂക്കേഷൻ ഈസ് എ സർവീസ് സെക്ടർ. ക്ലിയർ? നെക്സ്റ്റ് ടേം ആണ് റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂ മീൻസ് വരുമാനം. ബിസിനസ്സിലേക്ക് നമുക്ക് എന്ത് വേണം? വരുമാനം വേണം. മേജർ സോഴ്സ് ഓഫ് റവന്യൂ സെയിൽസ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. റവന്യൂ റെപ്രസെന്റ് ദ എമൗണ്ട് ഏൺഡ് ബൈ ദ ബിസിനസ് ബൈ ദ വേ ഓഫ് സെല്ലിംഗ് ഇറ്റ്സ് ഗുഡ്സ്. ഓക്കെ, സെല്ലിംഗ് ഇറ്റ്സ് ഗുഡ്സ് ഓർ പ്രൊവൈഡിംഗ് ഇറ്റ്സ് സർവീസസ്. ദാറ്റ് ഈസ് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. Next, expenses. Expenses are the amount paid or expended by the business for earning revenue. നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണത്തെയാണ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? എക്സ്പെൻസസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ ബിസിനസ് എക്സ്പെൻഡ് ചെയ്യുന്ന പണത്തെയാണ് എന്ത് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. The term expenses denotes the cost incurred by a business for earning revenue within 1 year. Here is examples എന്ന് പറഞ്ഞാൽ റെന്റ്, സാലറി, വേജ് ഒക്കെ എന്താണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഏണിംഗ് സച്ച് റവന്യൂ. ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ചെലവഴിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. സോ ദ ടേം എക്സ്പെൻസസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എക്സ്പെൻസ് എന്ന് പറഞ്ഞ ടേമില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ, നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ. നമ്മൾ എക്സ്പെൻസ് പറഞ്ഞു, സെയിം കൈൻഡ് ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചറും എന്താണ്? നമുക്ക് വരുന്ന സ്പെൻഡിങ് മണി ഓർ ഇൻകറിംഗ് ലയബിലിറ്റി ആണ്. ഓക്കെ, അതെന്താണ്? ചെലവുകൾ തന്നെയാണ്. ഇനി രണ്ട് കൈൻഡ് ഓഫ് എക്സ്പെൻസസ് ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലിയർ ടു എന്താണ്? നമ്മൾ പറഞ്ഞ എക്സ്പെൻസസ് ആണ്. ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പെൻസ് വിത്തിൻ 1 year ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്പെൻസസ് തന്നെയാണ് നമ്മളുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഹ്യൂജ് എക്സ്പെൻസസ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എക്സ്പെൻസസ് ആണ്. നമുക്ക് വലിയൊരു ബാധ്യത വരും. അതായത് അസറ്റ് പർച്ചേസ് ചെയ്യുന്നൊക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 year. എക്സാമ്പിൾസ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, അതായത് ലാൻഡ് ആവാം, അല്ലെങ്കിൽ ഫർണിച്ചർ ആവാം, മെഷീനറി ആവാം, എനി കൈൻഡ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആവാം. ഇതാണ് എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്പെൻഡിങ് മണി ഓർ ഇൻകറിംഗ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസസ് ഓർ പ്രോപ്പർട്ടി റിസീവ് ഇസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ടേമിലേക്ക് പോകാലോ. ദ നെക്സ്റ്റ് ടേം ഈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താടാ? നമുക്ക് എക്സ്പെൻസസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻകം ഉണ്ടാവും. ഏത് കൂടുതലായാലും നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് പ്രോഫിറ്റ് വരിക. പ്രോഫിറ്റ് എന്ത് കൂടുതലായാലും വരിക? നമുക്ക് എക്സ്പെൻസിനേക്കാളും കൂടുതൽ ഇൻകം ആയാൽ നമുക്ക് എന്ത് വരുടാ? പ്രോഫിറ്റ് നമുക്ക് വരും. അതുപോലെ തന്നെ ലോസ് വരും. നമുക്കിവിടെ എക്സ്പെൻസസ് ഉണ്ട്, സെയിം കൈൻഡ് നമുക്ക് ഇവിടെ ഇൻകം ഉണ്ട്. ഏത് കൂടുതലായാലും നമുക്ക് ലോസ് വരിക? എക്സ്പെൻസസ് കൂടുതലായാൽ നമുക്ക് എന്ത് വരും? ലോസ് വരും. പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. ആൻഡ് സെയിം കൈൻഡ് ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ, എക്സ്പെൻസ് ഓവർ റവന്യൂ ആണ് എന്ത്? ലോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ? നമുക്ക് പ്രോഫിറ്റും ഓക്കെയാണ്, ലോസും ഒക്കെയാണ്. വാട്ട് യു മീൻ ബൈ ഗെയിൻ? ഗെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. നമ്മളൊരു അസറ്റ് 10,000 രൂപയ്ക്ക് വാങ്ങി. ഓക്കെ 2 വർഷം നമ്മൾ ഉപയോഗിച്ചു. ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മൾ 2,000 രൂപ പോയി. 8,000 രൂപയാണ് ഈ അസറ്റിന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ അസറ്റ് 10,000 അല്ല 9,000 രൂപയ്ക്ക് വിറ്റു.
സോ നമുക്കിവിടെ 1000 രൂപ എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഇങ്ങനെ ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് എന്ത് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയർ. എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ഈവന്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡന്റ് ടു ബിസിനസ്, അതായത് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, വിന്നിംഗ് ഓഫ് ഒരു കോർട്ട് കേസ് ഒക്കെ വിൻ ചെയ്തു, അതൊക്കെ എന്താണ്, ഗെയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഗെയിൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഗെയിൻ, ദ ടേം ഗെയിൻ. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് പോകാൻ പറ്റും. ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ടേം, ഡിസ്കൗണ്ട്. വാട്ട് യു മീൻ ബൈ ഡിസ്കൗണ്ട്? നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എമൗണ്ട് പൈസ കുറച്ച് കൊടുക്കുന്നതാണ് എന്ത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട് ആണ് ഉള്ളത്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്ക് പർച്ചേസ് നടത്തുന്ന സമയത്ത് നമുക്ക് അവരെന്ത് ചെയ്യും, പ്രൈസ് ഒന്ന് കുറച്ച് തരും അല്ലെ. ഇപ്പൊ 10 രൂപയുടെ ഒരു സാധനം നമ്മൾ 10,000 യൂണിറ്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ അവർ നമുക്ക് ചിലപ്പോൾ 9 റുപ്പീസ് 9 ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് തരും. സോ ബൾക്ക് പർച്ചേസിന് സെല്ലർ ബയർക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട്. രണ്ടാമത്തെ ടേം ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് നമ്മളുടെ ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്നതാണ് അല്ലെ. നമുക്ക് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ. അതായത് നമുക്ക് ഇപ്പൊ പൈസ കിട്ടണം, എനിക്ക് ഒരാൾ പൈസ തരണം, നിങ്ങൾ എനിക്ക് പൈസ തരാനുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോംപ്റ്റ് പെട്ടെന്ന് പേയ്മെന്റ് നടത്താൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ പെട്ടെന്ന് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ 1,00,000 രൂപ തരാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ പെട്ടെന്ന് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ 95,000 രൂപ തന്നാൽ മതി. ദാറ്റ് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ. That is what do you mean by cash discount എന്ന് പറയും. So discounts are deductions allowed either on the selling price or on the amount due. രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞു എന്താണ്, ഇറ്റ് ഈസ് ദ കൺസെഷൻ ഗീവൻ ബൈ ദ സെല്ലർ ടു ദ ബയർ ഫോർ മേക്കിംഗ് ബൾക്ക് പർച്ചേസസ്. ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് ഇറ്റ് ഈസ് ഗീവൻ ബൈ ദ ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ഫോർ മേക്കിംഗ് പ്രോംപ്റ്റ് പേയ്മെന്റ്, പെട്ടെന്ന് പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോടാ? നെക്സ്റ്റ് വൗച്ചർ എന്ന് പറയുന്ന ഒരു ടേം ആണ്. വാട്ട് യു മീൻ ബൈ വൗച്ചർ? വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് എന്ത് വേണം, എവിഡൻസ് വേണം, പ്രോപ്പർ ആയിട്ട് എവിഡൻസ് വേണം. സെല്ലിംഗ് നടന്നു, പർച്ചേസ് നടത്തി, ഇതൊക്കെ പറഞ്ഞാൽ മാത്രം മതിയോ, നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് വേണം. ദാറ്റ് ഈസ് നോൺ ആസ് വൗച്ചർ. വൗച്ചർ ഇൻവോയ്സസ് ആയിട്ടും റെസീറ്റ്സ് ആയിട്ടും ബിൽസ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് വേണം, തെളിവുകൾ വേണം. ദീസ് ആർ ഡോക്യുമെന്ററി എവിഡൻസസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. ക്ലിയർ? ദാറ്റ് ഈസ് ദ ടേം വൗച്ചർ. നെക്സ്റ്റ് ടേം ആണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആർ എന്താണ്, നമ്മൾ വിൽക്കാനുള്ള ഗുഡ് അല്ലെ, നമുക്ക് സെല്ലിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്ത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോ നമ്മളുടെ ഒരു സ്റ്റേഷനറി കടയെ സംബന്ധിച്ചിടത്തോളം there are several goods നമ്മൾ വിൽപ്പനയ്ക്കായിട്ടുള്ള സെവറൽ ഗുഡ്സ് ഉണ്ട്, നമുക്കറിയാം. ഇപ്പൊ ഒരു ഫർണിച്ചർ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചർ ആണ് എന്ന് പറയുന്നത് ഗുഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു നോർമൽ ഒരു പച്ചക്കറി കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചർ ഗുഡ്സ് ആണോ? അല്ല, അത് അസറ്റ്സ് ആണ്. സോ അത് നമ്മളുടെ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. Clear ആണോ? Any commodity which are purchased for resale, any commodity in which business deals, that is goods. Clear ആണോ മക്കളെ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസിന്റെ ഓണർ ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യങ്ങളാണ് എന്ത്, അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് ഇസ് ദ എമൗണ്ട് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാൾ ബിസിനസിന്റെ ഗുഡ്സോ അല്ലെങ്കിൽ മണിയോ അയാൾ വിഡ്രോ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വിഡ്രോൾ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. That is known as drawings. Clear. അതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താടാ, നമ്മള് ഗുഡ്സ് എന്ത് ചെയ്യുക, സെയിൽസിന് വേണ്ടി വാങ്ങുന്നതിനാണ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ടു ദ ബിസിനസ്. ദാറ്റ് ഈസ് നോൺ ആസ് പർച്ചേസസ്. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് ഈസ് പ്രൊക്യൂർഡ് ബൈ ദ ബിസിനസ് കൺസേൺ ഫോർ ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ക്യാഷും ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റും ആവാം. അങ്ങനെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് എന്ത് പറയുന്നത്, പർച്ചേസസ് എന്ന് പറയുന്നത്. പർച്ചേസ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സിനാണ് എന്ത് പറയുന്നത്, സോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ബിസിനസിന്റെ ഒരു ഇയറിന്റെ എൻഡില് നമുക്ക് വിൽക്കപ്പെടാതെ കിടക്കുന്ന ഗുഡ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് അടുത്ത ഇയർ ആവുന്ന ഓപ്പണിംഗ് ആവുന്ന സമയത്ത് നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഫർദർ ഗുഡ്സ് പർച്ചേസ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഗുഡ്സ് ഇൻ ദ hand of the business is known as stock or inventory. Closing stock means the value of goods remaining unsold at the end of the accounting period. ഞാൻ പറഞ്ഞു എൻഡിൽ നമുക്ക് വരുന്നതാണ് എന്ത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് എന്തായിരിക്കും, ആ എൻഡിൽ വരുന്ന കാര്യം അടുത്ത ഇയറിന്റെ ഓപ്പണിംഗ് വരുന്ന സമയത്ത് അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി മാറി. The closing stock of a particular period becomes the opening stock for the next period. That is എന്താണ്, ക്ലോസിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്.
സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അൺസോൾഡ് ഗുഡ്സ് ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഇസ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഡെറ്റേഴ്സ്. നമ്മളെ ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഹും ദ ബിസിനസ് ഓസ് മണി, ബിസിനസ് പണം കൊടുക്കാനുള്ള ആളുകളാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്. ദ എമൗണ്ട് ഡ്യൂ ഫ്രം വേരിയസ് ഡെറ്റേഴ്സ് ആർ റെക്കോർഡഡ് സൺട്രി ഡെറ്റേഴ്സ് ഇൻ ദ ക്ലോസിംഗ് ഡേറ്റ്. ആൻഡ് ക്രെഡിറ്റേഴ്സ് മീൻസ് ദ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് പണം കൊടുക്കാനുള്ള ആളുകളാണ് എന്ത് പറയുന്നത്? നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ മക്കളെ? ക്ലിയർ ആയ മക്കളെ? നമ്മൾ 20 ടേംസ് എന്ത് ചെയ്തിട്ടുണ്ട്? 20 ടേംസ് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയി വിശ്വസിക്കുകയാണ്. എൻറ്റിറ്റി, ട്രാൻസാക്ഷൻ. എൻറ്റിറ്റി എന്ന് പറഞ്ഞ ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിൽ ഓരോ ദിവസം നടക്കുന്നത്, അതിനാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ വാല്യുബിൾ തിങ്സ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഒബ്ലിഗേഷൻ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറയുന്നത് എമൗണ്ട് എക്സ്പെൻഡഡ് ഫോർ ഏർണിംഗ് റവന്യൂ ആണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 2 കൈൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. 2 കൈൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തില് നമ്മളുടെ എക്സ്പെൻസിനേക്കാളും കൂടുതലായിരിക്കും റവന്യൂ, ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻസിഡന്റിലാണ്, പ്രത്യേക കാര്യങ്ങൾ. ഇപ്പൊ അസറ്റ് സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടി, ദാറ്റ് ഈസ് ഗെയിൻ. അതുപോലെ തന്നെ ഒരു കോർട്ട് കേസ് വിൻ ചെയ്തു, അതൊക്കെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ നമ്മളുടെ എക്സ്പെൻസസ് ആണ് കൂടുതലെങ്കിൽ അതായിരിക്കും ലോസ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ആണ്. വൗച്ചർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്ററി എവിഡൻസ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നതാണ് ഫോർ സെല്ലിംഗ് പർപ്പസ്. ഡ്രോയിങ്സ് ആർ ദ എമൗണ്ട് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിൽക്കാൻ വേണ്ടി ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുന്നതാണ് പർച്ചേസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം അൺസോൾഡ് ഗുഡ്സ് ആണ്. ഡെറ്റേഴ്സ് എന്ന് പറയുന്ന പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടു ഹും ദ ബിസിനസ് ഓസ് മണി ആണ്. ദാറ്റ് ഈസ് ദ 20 ടേംസ് ഓഫ് അക്കൗണ്ടിങ്. 20 ടേംസ് ഓഫ് അക്കൗണ്ടിങ് ഇൻ 21 minutes. ക്ലിയർ? ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ടേംസ് പഠിക്കുക. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്.